വന്യജീവി ആക്രമണം. സാർ, ഈ സർക്കാരിൻ്റെ കാലത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള വിഹിതം വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് വന്യമൃഗപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഇതിനാവശ്യമായ ഇടപെടലിനായി സംസ്ഥാനം മുൻകൈ എടുക്കും. സാർ, വന്യജീവി ആക്രമണ നഷ്ടപരിഹാരവും പ്രതിരോധവും ഉൾപ്പെടെ വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിഹിതത്തിന് പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ ഒരു 50 കോടി രൂപ കൂടി അധികമായിട്ട് അനുവദിക്കുന്നു. നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യം. കേരളത്തിലെ നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യം മേഖലയിലെ ചികിത്സാ സമ്പ്രദായങ്ങളും നാട്ടുകളും സംരക്ഷിക്കുന്നതിനും പരിപോഷിക്കുന്നതിനും ഒരു നിയമനിർമ്മാണം നടത്താൻ സർക്കാർ ആലോചിക്കുന്നു. ഈ നിയമത്തിലൂടെ കേരള നാട്ടുവൈദ്യ പരമ്പരാഗത വൈദ്യ കമ്മീഷൻ രൂപീകരിക്കുന്നതിനും കേരള നാട്ടുവൈദ്യ പരമ്പരാഗത വൈദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഇതിൻ്റെ പ്രാഥമിക ചെലവുകൾക്കായി 1 കോടി രൂപ മാറ്റിവെക്കുന്നു. മഞ്ചാടി. സാർ, സ്കൂൾ ഗണിത പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മഞ്ചാടി. 14 ജില്ലകളിലെ 1400 സ്കൂളുകളിലെ 2600 ക്ലാസ് മുറികളിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനായി 2.8 കോടി രൂപ വകയിരുത്തുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ്. സാർ, ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറിയിട്ടുണ്ട്. സ്കോളർഷിപ്പുകൾ നിഷേധിക്കപ്പെട്ട കുട്ടികൾക്ക് തുടർന്ന് സ്കോളർഷിപ്പ് നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച മാർഗ്ഗദീപം പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ മൗലാന ആസാദ് ദേശീയ റിസർച്ച് ഫെലോഷിപ്പിന് പകരം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഫെലോഷിപ്പ് പദ്ധതിക്കായി 6 കോടി രൂപ വകയിരുത്തുന്നു. സാർ, 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ എൻറോൾമെൻറ്റ് ഇരട്ടിയാക്കും.